മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും അതിയായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് എനിക്കിന്ന് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനും ചോദിക്കാനുള്ളത്. എന്റെ മറുപടി ഞാൻ തന്നെ തരുന്നത് വേറെ കാര്യം. ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ഞാൻ എന്റെ കാര്യം ആദ്യം പറയാം. ഞാൻ എന്റെ ലൈഫിൽ എന്തൊക്കെ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ എന്റെ ലൈഫിലേക്ക് ഒരല്പം വൈകിയാണെങ്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അതിലേറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ എന്റെ ഈ പ്രൊഫഷൻ പോലും, നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്ന എന്റെ ഈ പ്രൊഫഷൻ പോലും അതിന് വലിയ 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 എക്സാമ്പിൾ ആണ് കേട്ടോ. നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മുടെ ആഗ്രഹം പ്യൂറസ്റ്റ് ആണെങ്കിൽ ഈ ലോകം പോലും നമ്മളോടൊപ്പം നിൽക്കുന്ന വാസ്തവമാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലയിടങ്ങളിൽ നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴും. പക്ഷേ ആ തട്ടിത്തടഞ്ഞ് വീഴുന്നിടത്ത് നിന്ന് വീണ്ടും എണീറ്റോടാൻ പഠിക്കുമ്പോൾ, അല്ലാതെ വീണതിന് ശേഷം എനിക്ക് വയ്യ, ഇനിയിപ്പോൾ മാറിയിരിക്കാൻ കാലൊക്കെ ഒന്ന് മുറിഞ്ഞു, അതല്ല വേണ്ടത്. അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ഓടാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ലൈഫിൽ വിജയം എത്തുന്നത്, അല്ലേ? നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച കാര്യം നമ്മുടെ ലൈഫിലേക്ക് എത്തുക. സോ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത് തന്നെയാണ്, ആഗ്രഹിച്ചോളൂ, അതിയായി ആഗ്രഹിച്ചോളൂ. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുക. അതിനായിട്ട് എപ്പോഴും മനസ്സിലാ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നമ്മൾ എന്താണോ അതിയായി ആഗ്രഹിച്ചത് നമ്മുടെ ലൈഫിലേക്ക് എത്തും. അത് തീർച്ചയാണ്. കറക്റ്റല്ലേ? ഈ ലോകം മുഴുവൻ നമ്മളോടൊപ്പം കൂട്ടു നിൽക്കും. അത് ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്നതാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ മറന്നു പോകണം, ഇനിയിപ്പോൾ അങ്ങ് പോട്ടെ, പോകുന്ന വഴിയെ പോകാൻ ചിന്തിച്ചാലും പക്ഷേ ദൈവമോ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സോ അത് മറക്കില്ല, നമ്മളിലേക്ക് ഇത് എത്തിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം, എന്നും ഉണ്ടാവണം. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും ഈ ഒരു കാര്യം ഉണ്ടാവണം. ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഞാൻ നേടിയതൊക്കെ എൻ്റെ ഹാർഡ് വർക്കിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിൻ്റെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായ ആഗ്രഹങ്ങളുടെ റിസൾട്ട് ആണെന്ന് ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെ ഏറ്റവും വലിയ സന്തോഷത്തോടെ ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും അടുത്ത ദിവസം കേട്ടുമുട്ടും. അതുവരേക്കും എന്നും പറയാറുള്ളത് പോലെ ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൂടുന്നുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.